വ്യാപാരികൾ വോട്ട് ബാങ്കായി മാറണമെന്നും സംഘടിത ശക്തിയിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കണമെന്നും വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. വീടില്ലാത്തവർക്ക് സർക്കാർ വീട് നിർമ്മിച്ച് നൽകുന്നുണ്ടെങ്കിലും സർക്കാർ മാനദണ്ഡങ്ങളിലും സ്വാധീനം ചെലുത്തിയാണ് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതെന്നും രാജു അപ്സര പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി രാമപുരം യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാം കൂട്ടായി പരിശ്രമിക്കണം. പല കാര്യങ്ങളും നാം നേട്ടമുണ്ടാക്കി. ഇത് നേട്ടമുണ്ടാക്കണമെങ്കിൽ രാജ്യത്തെ 4 കോടി സംരംഭകരാകുന്ന 16 കോടി തൊഴിലാളികൾ ഉൾപ്പെടുന്ന 20 കോടി കുടുംബങ്ങളാകുന്ന 50 കോടിയോളം വരുന്ന ജനങ്ങൾ ഒന്നിച്ചത് എതിർത്തെങ്കിൽ മാത്രമേ ഏത് രാഷ്ട്രീയ പാർട്ടി രാജ്യം ഭരിച്ചാലും നിയമത്തിൽ മാറ്റം വരുത്തും. ഇപ്പൊ ഭരിക്കുന്ന ഗവൺമെന്റ് മാറിയാലും പഴയ ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. സ്വാഭാവികമായി നിയമം നിലനിൽക്കും. അതുകൊണ്ട് നാം ഒറ്റക്കെട്ടായി ഒരു വോട്ട് ബാങ്കായി മാറാൻ ശ്രമിക്കണമെന്നാണ് വിനീതമായി നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് നമ്മുടെ തൊഴിലാണ്, ഇത് നമ്മുടെ ചോറാണ്. ഇത് നമുക്ക് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കേണ്ട, നമുക്ക് MLA ആകണ്ട. പക്ഷെ നിങ്ങൾ ഒറ്റക്കെട്ടായി നിങ്ങൾ ഏകോപന സമിതി പറയുന്നിടത്ത് മാത്രമേ വോട്ട് ചെയ്യൂ എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാകൂ. ഇന്ത്യയിലെ മുഴുവൻ വ്യാപാരി തീരുമാനമെടുത്താൽ മാത്രമേ നമ്മുടെ രാജ്യത്തെ നിയമങ്ങളിൽ മാറ്റം വരൂ. യോഗത്തിൽ നിർധന കുടുംബത്തിന് രാമപുരം യൂണിറ്റ് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ സംസ്ഥാന പ്രസിഡന്റിൽ നിന്നും മുൻ പ്രസിഡന്റ് PJ ജോൺ പുതിയടച്ചാലിൽ ഏറ്റുവാങ്ങി. രാമപുരം മൈക്കിൾ പ്ലാസ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് സജി മീറ്റത്താനി അധ്യക്ഷത വഹിച്ചു. SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ കുട്ടികളെ സ്കോളർഷിപ്പ് നൽകി ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് MK തോമസ് കുട്ടി, AKN പണിക്കർ, PP നിർമ്മലൻ, ജോർജ് കുരിശുമൂട്ടിൽ, ഷാജൻ ഉഴുന്നാലിൽ, PM മാത്യു ചോലിക്കര, ബേബി കണിയാരകം, സോണിയ റോയി തുടങ്ങിയവർ പ്രസംഗിച്ചു. 2024-26 വർഷത്തെ യൂണിറ്റ് പ്രസിഡന്റായി സജി മീറ്റത്താനി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു.